സൂര്യകൃഷ്ണമൂർത്തിയുടെ എൻ്റെ രക്ഷകൻ എന്ന ബൈബിൾ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് കോട്ടയത്ത് പോകാൻ ഞാൻ തിരുവനന്തപുരം തമ്പാനൂരിൽ ബസ് കാത്തിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോട്ടയം ചങ്ങനാശ്ശേരി ബസ് വന്നു. ഞാനതിൽ കയറി, സീറ്റുണ്ട്, സീറ്റിൽ ഇരിപ്പായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു അന്ധനായ മനുഷ്യനും ഒരു സ്ത്രീയും ആ ബസ്സിൽ കയറി. അവർ ലോട്ടറി വിൽപ്പനക്കാരാണ്. ആ മനുഷ്യൻ പതിഞ്ഞ സ്വരത്തിൽ ലോട്ടറി ലോട്ടറി, നാളത്തെ ബായിക്കുറി, നാളത്തെ ബായിക്കുറി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ഒരു വിളക്ക് പോലെ ആ സ്ത്രീ അയാളെ കൈ പിടിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് എന്തിൻ്റെ കുറവാണ്? എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ, എന്തൊക്കെ കഷ്ടപ്പാടുകളെ സഹിച്ചുകൊണ്ടാണ് അതിജീവനത്തിൻ്റെ പാതയിലൂടെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ശ്രദ്ധിച്ചത്, ഒരാളും ആ മനുഷ്യനിൽ നിന്നൊരു ടിക്കറ്റ് പോലും എടുത്തില്ല. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. കാരണം ആ മനുഷ്യനിൽ നിന്നൊരു ടിക്കറ്റൊക്കെ എടുത്ത് സഹായിക്കാം, നമ്മളെ കൊണ്ട് അതല്ലേ സാധിക്കുകയുള്ളൂ. എന്നെ കൊണ്ട് സാധിക്കുന്നത് ഒരു ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്, ഒരു കൈ സഹായം. കണ്ടക്ടർ വന്നു, ഡ്രൈവർ വന്നു, ബസ് എടുക്കാറായി. അപ്പോൾ ആ മനുഷ്യൻ ആ സ്ത്രീയോട് ചോദിച്ചു, ആരും ഒരു ടിക്കറ്റ് പോലും എടുത്തില്ലല്ലോ അല്ലേ? അവർ ഇറങ്ങാനായിട്ട് ഭാവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നിക്കണം, ഞാനൊരു ടിക്കറ്റ് എടുത്തു, എന്നെ കൊണ്ട് സാധിക്കുന്നത് അത് മാത്രമാണ്. ടിക്കറ്റ് എടുത്തു, പെട്ടെന്ന് കണ്ടക്ടർ ബെല്ലടിച്ചു, അവരിറങ്ങിപ്പോയി. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം, കുറച്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കോട്ടയത്തെത്തി. വൈകുന്നേരം നാടകം കളിച്ചു. പിറ്റേ ദിവസം ഒരു ചായ കുടിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് ഈ നമ്മുടെ ടിക്കറ്റിൻ്റെ കാര്യം ആലോചിച്ചത്. നമ്മുടെ അന്ധനായ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ടിക്കറ്റിൻ്റെ കാര്യം ആലോചിച്ചത്. ഞാൻ ഒരു പത്രം വാങ്ങി, ടിക്കറ്റിൻ്റെ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് 5000 രൂപ സമ്മാനം അടിച്ചിട്ടുണ്ട്. 5000 രൂപ എന്ന് പറയുന്നത് എനിക്ക് 5 ലക്ഷത്തിൻ്റെ മതിപ്പാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ ചെയ്തൊരു നല്ല പ്രവൃത്തിക്ക്, മനസ്സറിഞ്ഞ് ചെയ്ത നല്ലൊരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എനിക്ക് ആ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. നാടകങ്ങളൊക്കെ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. ഞാൻ വീണ്ടും ആ അന്ധനായ മനുഷ്യനെ കാത്തിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇത്തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഒരു ലോട്ടറി വാങ്ങിച്ചു. ഞാൻ വീണ്ടും അടുത്ത ദിവസം ടിക്കറ്റിൻ്റെ റിസൾട്ട് നോക്കി, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയത്, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ, മനസ്സറിഞ്ഞൊരു പ്രവൃത്തി ചെയ്താൽ, അത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ വൈകിയായിരിക്കാം, അതിന് ഒരു ഫലം ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ, അതൊരിക്കലും ഗുണപ്പെടില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം ടിക്കറ്റ് എടുക്കുന്നത് അവരുടെ ദുരിതം കണ്ട്, അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള മനോഭാവത്തിൽ മനസ്സറിഞ്ഞ് ചെയ്ത പ്രവൃത്തിയാണ്. രണ്ടാമത് ചെയ്തിരിക്കുന്നത് സമ്മാനം അടിക്കണം, ആ ടിക്കറ്റിന് സമ്മാനം അടിക്കണം എന്നുള്ള രീതിയിലാണ് രണ്ടാമത് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങ് ചെയ്യുക. എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഫലം എപ്പോഴാണെങ്കിലും, എത്ര വൈകിയാണെങ്കിലും നമ്മളെ തേടി തന്നെ വരും.